കേരളത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ചൂട് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലെ. അപ്പൊ നമുക്കറിയാം നാഷണലി ഉള്ള നേതാക്കളൊക്കെ കേരളത്തിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ഇവിടെ വിവിധ പാർട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രചരണത്തിന് വരുന്നുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് നരേന്ദ്രമോദിയുടെ വിസിറ്റ് ആണ് അല്ലെ. ഇവിടുത്തെ BJP കാൻഡിഡേറ്റ്സിന് വേണ്ടി പൊതുമധ്യത്തിൽ ഇറങ്ങി പ്രചരണം നടത്തുന്നത്, പ്രചോദനപരമായിട്ട് പ്രസംഗിക്കുന്നത്, അങ്ങനെ എല്ലാ രീതിയിലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് മുൻപിൽ നിൽക്കുന്നത് BJP-നെ പ്രതിനിധീകരിച്ച് നരേന്ദ്രമോദിയാണ്. എന്നാൽ LDF-നും ഇതുപോലെ നാഷണലി ഉള്ള ചില നേതാക്കന്മാർ വരുന്നുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയമായത് തേജസ്വിനി യാദവാണ്. അദ്ദേഹത്തിന്റെ പേര് മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ, വേറെ ആരും വരുന്നില്ല എന്ന് തോന്നുന്നു. തേജസ്വിനി യാദവിനെ പറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ. ബീഹാർ മുൻ മുഖ്യമന്ത്രി ആയിരുന്ന നമ്മുടെ ലല്ലു പ്രസാദ് യാദവിന്റെ മകനാണ്. 11 ക്രിമിനൽ കേസുകളിൽ പ്രതിയും കൂടെയാണ്. ഇത് നിങ്ങൾ എടുത്ത് നിങ്ങൾ നോക്കണം. നരേന്ദ്രമോദിയുടെ പേരിലോ BJP-യിൽ ഇപ്പോഴുള്ള നേതാക്കന്മാരുടെ പേരിലോ ക്രിമിനൽ കേസുകളൊന്നും നിലവിലില്ല. തീർപ്പ് കൽപ്പിക്കാത്ത ക്രിമിനൽ കേസുകളൊന്നും നിലവിലില്ല. എന്നാൽ LDF-ന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ നേതാക്കളായിക്കോട്ടെ എല്ലാം ക്രിമിനൽ കേസുകളിൽ പ്രതികളായിട്ടുള്ള വ്യക്തികളാണ്. ഞാൻ ചോദിക്കട്ടെ ജനങ്ങളെ, നിങ്ങളുടെ ആരുടെയെങ്കിലും പേരിൽ ക്രിമിനൽ കേസ് ഉണ്ടോ? നിങ്ങളൊക്കെ മാനം മര്യാദയ്ക്ക് ടാക്സ് കൊടുത്ത് നിയമം അനുസരിച്ച് എന്തെങ്കിലും പിഴയൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഒടുക്കി നല്ല രീതിക്കല്ലേ ജീവിക്കുന്നത്? നിങ്ങളെ ഭരിക്കാൻ ഈ ക്രിമിനൽ കേസുകളിൽ പ്രതികളായിട്ടുള്ള വ്യക്തികളാണോ വേണ്ടത്? ഇത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നല്ല രീതിയിൽ നടക്കുന്ന മനുഷ്യർ ഭരിക്കുകയാണെങ്കിൽ കേരളമൊക്കെ എവിടെ എത്തുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? പ്രചരണത്തിന് വരുന്ന നാഷണൽ നേതാക്കളെ നോക്കിയാൽ മാത്രം മതി നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണം എന്ന് തീരുമാനിക്കാൻ.